എന്തിനാടി പെരക്കാത്ത് കയറിയിരിക്കണ? ധൈര്യം കൊണ്ട് ഇറങ്ങി പാടി. മുഖത്തോട് മുഖം നോക്കി സംസാരിക്ക. എന്തധികാരത്തിലാണ് നീ ഇന്നലെ തേക്ക് മുറിക്കാൻ വന്നവര് നിന്റെ തേക്കാണെന്ന് പറഞ്ഞത്? എടി, എനിക്ക് എന്റെ അച്ഛൻ തന്ന ഭൂമിയിൽ നിൽക്കണ തേക്കാടിയത്. ഞാൻ വീട് വെക്കുകയും ചെയ്യും, ആ തേക്ക് മുറിച്ച് അച്ഛൻ പറഞ്ഞ പോലെ കട്ടില പണിയുകയും ചെയ്യും. ചങ്കൂറ്റോണ്ടേ നീ എതിർക്ക്. ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായെങ്കിൽ ചോര വീണാനിവിടാ. എന്താ നിനക്ക് മിണ്ടാട്ടൂലേ? ഇറങ്ങി പാടി, കാര്യം പറ. നീ പെങ്ങളാണ് പോലും, പെങ്ങള്. എന്താടാ ഊടെ ഒളിഞ്ഞു നോക്കണ? നീ അവളിങ്ങോട്ട് പറഞ്ഞു വിടറാ. ഗൾഫിൽ വലിയ ജോലിയാണെന്നും പറഞ്ഞിട്ട് എന്റെ പെങ്ങളെ കെട്ടിയിട്ട് അച്ചി വീട്ടിൽ വന്ന് കിടക്കാണ് കള്ള പന്നിയൊക്കെ. ഇറങ്ങി വന്ന് സമാധാനം പറയടേ, അല്ല ഞാൻ അങ്ങോട്ട് വരണ. വരൂലടേ, നീ വരൂല. എന്താ നിന്റെ ഭാഗത്ത് ന്യായമില്ല. എന്റെ കുടുംബം നിനക്ക് എഴുതി തന്ന അച്ഛൻ കരഞ്ഞു കാല് പിടിച്ചിട്ട്. എനിക്ക് വീട് വെക്കാൻ പറ്റിയ സ്ഥലത്തിൽ നിൽക്കണ തേക്കും നിന്റെ ആണെന്നാ. എനിക്ക് ആവശ്യം ഉണ്ടായിട്ടാണോടോ ഞാൻ ഈ വാടക വീട്ടിൽ കിടക്കണ? തല പുറത്തോട്ടിട മെനകെട്ടവനെ. എന്താടാ നോക്കടാ, കണ്ണിയാ ഞാൻ കുത്തിപ്പൊട്ടിക്കും ഞാൻ. എടാ, നീ എന്നോട് വന്ന് സംസാരിക്കും. നീ പെണ്ണുങ്ങളെ പറഞ്ഞു വിടല്ലേ? എന്താണ് ഇവൻ കാണിക്കണ ഈ തെണ്ടിവൻ? എന്താണ് നിനക്ക് മിണ്ടാട്ടൂല്ലാത്തത്? എത്ര കാലം നീയോ അവനും കൂടി ആ പൊത്തി കയറി ഇരിക്കുമെന്ന് എനിക്കറിയണമല്ല. എടി, ഇന്നലെ ആ തേക്ക് മുറിക്കാൻ ആള് വന്നപ്പോ അത് മുറിപ്പിക്കാൻ എന്താ നിന്റെ എന്ന് പറഞ്ഞാ? നീ പിന്നെ അല്ലാതെ ഈ മതിൽക്കെട്ടിനുള്ളിൽ വന്ന് കണ്ടവന്മാര് മുറിച്ചോണ്ട് പോണ ഞാൻ നോക്കിക്കണോടാ. എടി, ആ മതിൽക്കെട്ടിന്റെ അകത്ത് എന്റെ 25 സെന്റിൽ നിൽക്കണ തേക്കാടിയാ മുറിക്കാൻ വന്നത്. 25 സെന്റ് അങ്ങ് തലയിൽ വെച്ചോണ്ട് പോടാ നീ. എടാ, നിനക്ക് തന്നത് നീ എടുത്തോ? നീ അച്ഛനെ കരഞ്ഞ് കാല് പിടിച്ച് എന്ത് പോടാന്ന്? നീ എന്റെ തനി സ്വഭാവം നീ അറിയോട്ടെ മണ്ടു. നീ എന്ത് നിന്റെ ആണ് എങ്ങനെയാണത്? നീ കച്ചറ വർത്താനം പറഞ്ഞ നീ എന്റെ തനി കൊണം അറിയൂ. നീ ഞാൻ നിന്നെ വെട്ടി കണ്ടിച്ച് ഞാൻ കളഞ്ഞാൽ എന്റെ ചോരയെന്ന് ഓർത്ത് മാത്രം ക്ഷമിക്കാണ്. അത് മാത്രം എന്റെ അപമാനം. എന്റെ പൊന്നോ, ആ നിനക്ക് അപമാനം ഉണ്ടാവൂടി, നിനക്ക് അപമാനം ഉണ്ടാവും. ആ മണഗുണാഞ്ചനെ കൊണ്ട് നിന്നെ കെട്ടിക്കാനാണ് അച്ഛൻ ആ വടക്കുംപുറത്തെ സ്ഥലമൊക്കെ വിറ്റത്. പിന്നെ ആകെയുള്ള വീടും കൂടി നീ സ്വന്തമാക്കി. എനിക്ക് ആകെ തന്നേക്കണ 25 സെന്റിൽ നിൽക്കണ ഒരു തേക്കാണ്. അച്ഛൻ എന്നോട് മരിക്കണതിന് മുമ്പ് പറഞ്ഞ എന്താണെന്നറിയാമോ? മോനെ, ആ തേക്ക് വെട്ടിയിട്ട് നീ വീട് പണിയണം. എന്തിനാടാ ചത്തു മോളിൽ നിൽക്കണ എന്റെ അച്ഛനെ പറ്റി നീ ഇങ്ങനെ നോട പറഞ്ഞിട്ടുണ്ടാ? എടി, അച്ഛന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് മുറിക്കുകയും ചെയ്യും. നീ പെണ്ണാണെങ്കിൽ നീ തടയും. നീ പെണ്ണാണെങ്കിൽ നീ തടയും. ഞാനത് വെട്ടുവാണ്. പണ്ടേ അറിയാം നീ തെക്കുവടക്ക് വെറുതെ തെണ്ടി കിടക്കോളന്ന്. അതാണ് അച്ഛനെ ഇത് മുഴുവൻ എനിക്ക്. നീ അച്ഛന്റെ കൂടെ വന്ന് കൂടി ഇന്ന് അതും ഇതും ആപ്പിളും കീപ്പിളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്റെ വീടും സ്ഥലമാണ് നീ സ്വന്തമാക്കിയത്. നിന്റെ വീട് സ്ഥലം ഇത് എന്റെ അച്ഛൻ ഉണ്ടാക്കി മുതലാടാ. എടി, നിന്റെ അച്ഛൻ എന്ന് പറയാൻ നിനക്ക് എന്താ അധികാരോടി? നിന്നെ അയാളെ കൊണ്ട് കെട്ടിച്ചപ്പോ നീ പോണോടി മലപ്പുറത്ത്. സാധു മനുഷ്യനെ പറ്റി അനാവശ്യം. സാധു മനുഷ്യൻ താൻ ഒറ്റ ഒരാളാണ് ഇവക്ക് വലം വെച്ചു കൊടുക്കണ കേട്ടാ. അങ്ങേര് പാവയത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി കണ്ടിട്ട്. അങ്ങേര് പാവയത് നിന്റെ ഭാഗ്യം അല്ല. ഞാൻ മുട്ടുകാലി ഞാൻ തല്ലു പൊട്ടിക്കാൻ ഇവിടെ ഇട്ടാണ്. ഞാൻ പരിപാടി എന്താ എന്റെ സുഖമായിട്ട് ഇതെല്ലാന്നുള്ള പ്രശ്നം. ഇവരൊരു തേക്കിന്റെ അലമ്പും കൊണ്ട് വേറെ ഒരു മനുഷ്യൻ വരും കിടന്നുറങ്ങാൻ പറ്റാത്ത. ആര് തേക്കിന്? തേക്കുന്നെല്ലാണ്. തേക്കില്ലേ ആ മരം, അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. മണ്ടു പറയും മണ്ടുവിന്റെ, പ്യാരി പറയും പ്യാരിന്റെ. അത് രാഘവട്ടം മരിക്കണതിന്റെ മുമ്പ് അവരെ സമ്മതത്തോടെ ഭാഗം വെച്ചു കൊടുത്തു. സംഗതി എല്ലാം ശരിയാ, പക്ഷെ ഈ തർക്കം തീരണ്ടേ? ഇങ്ങനെ നോക്കി കണ്ട പോയി ഇടപെട്ടാന്ന് ഒഴിവായിച്ചൂടെ? അത് ശരിയല്ല, കാരണം ഈ ചങ്ങ മഹാലമ്പാണ്. എറിഞ്ഞെളിയും ചിലപ്പോൾ, മാത്രമല്ല തുപ്പുകയും ചെയ്യും. ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നോക്കിക്കല്ലേ വേണ്ട, അത് ഇടപെടണം, എന്നിട്ട് അത് ഒഴിവാക്കണം. നിങ്ങളുണ്ട് ഞാനും. എന്നാ വാ. എടി, എനിക്ക് അച്ഛൻ തന്ന ഭൂമിയിലിരിക്കണ തേക്കാണ് ഞാൻ വെട്ടാൻ ചെയ്യും, വീട് വെക്കാൻ ചെയ്യും. നീ പറ്റണ ചെയ്യണേ. എന്താണത്? എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഒരമ്മടെ വയറ്റി പറഞ്ഞവരല്ലേ നിങ്ങള്? ഇവരെ കൊണ്ട് എനിക്കൊരു സൗകര്യമില്ല. അത് നിങ്ങൾ തമ്മിൽ ഈ തർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. ജീവിക്കിരിക്കുമ്പോ തന്നെ നിങ്ങളുടെയൊക്കെ സമ്മതപ്രകാരം രാഘവട്ടം ഭാഗം വെച്ച് തന്നത്. സൂതൻചേട്ടാ, എനിക്ക് ഒരു തർക്കമില്ല. സൂതൻചേട്ടനെ അറിയാല, ആകെ ഉള്ളത് 50 സെന്റാണ് അച്ഛൻ മരിക്കുമ്പോ ബാക്കിയുള്ളത്. അതിൽ 25 സെന്റും വീടും കൂടി ഇവൾക്ക് കൊടുത്ത് ഇവള് ആ മണഗുണാഞ്ചന് കെട്ടിച്ചു കൊടുത്ത് ഈ കണ്ട വടക്കേപ്പുറത്തെ സ്ഥലം മുഴുവൻ വിറ്റിട്ട്
അയാൾക്ക് ഗൾഫിൽ ജോലിയാണെന്ന് പറഞ്ഞിട്ടാ കെട്ടിച്ചു കൊടുത്ത്. ഇപ്പൊ അവിടെ ജോലിയില്ല, അയാൾക്ക് കയറി കിടക്കാൻ വീടുമില്ല. അവക്ക് ആരുമില്ല, ഇവിടെ വന്ന് നിക്കട്ടെ, നീ നോക്കിക്കോളാം, വീട് അവക്ക് കൊടുക്കുന്ന പറഞ്ഞു. ഞാൻ ക്ഷമിച്ച്. ഞാൻ എന്നിട്ട് ഇവിടെ അലക്സേട്ടന്റെ വീട്ടിൽ വാടക കിടക്കണത് അറിയാലോ. ഇപ്പൊ എനിക്ക് തന്നെയാണ് 25 സെന്റിന്റെ അതിർത്തിയിൽ നിക്കണ തേക്ക്. സൂതേട്ടാ, ആ തേക്ക് ഇത് ഇത്ര ഉള്ളപ്പോ എന്റെ പേര് എഴുതിയിട്ടേക്കണ അതില്. ഇപ്പൊ അത് വളർന്നു വലുത്. ആ തുഞ്ചാനത്ത് പോയി നോക്കി എന്റെ പേര് കാണാം. ആര്യെന്ന് കേറി നോക്ക്. എന്റെ പേരാണ് സുഖദേട്ടാ. ആധാരത്തില് നിന്റെ പേര് ഇപ്പുറത്താണെന്ന്. എടി, നീ താടി കൊണ്ട് വേലി കെട്ടല്ലേ അടി. അളന്ന് ഞാൻ അവിടെ സർവേ കല്ലിട്ട് നീ എടി, എന്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന സ്ഥലത്ത് നിൽക്കണ തേക്കാണ്. ഞാൻ വെട്ടം ചെയ്യും, വീടും വെക്കും. പക്ഷെ എന്റെ സ്ഥലത്ത് നീ തേക്ക് വെട്ടു. എന്റെ സ്ഥലത്ത് എവിടെ തേക്ക് നിൽക്കണം? നിന്റെ സ്ഥലത്തിരിക്കണ തേക്കാണ്. ഇല്ല, അപ്പൊ ആഴ് നീ വിടറ. നീ നിനക്ക് എപ്പോഴും ഉള്ളതാണ്. എന്തേലും നടന്ന അപ്പൊ തന്നെ അവളുടെ പക്ഷം പറയാൻ പറ്റില്ലേ? അവൻ ന്യായമല്ല പറയണത്. ഒന്നും ഉണ്ടായിരിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. അയ്യയ്യേ, നാട്ടുകാർ കണ്ട ചിരിക്കില്ലടാ. ഇനിയിപ്പോ ആ തേക്ക് മുറിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് വില്ലേജിൽ പറഞ്ഞ് സർവേറൊക്കെ വന്ന് ആരുടെന്ന് തീരുമാനിച്ചിട്ട് മുറിച്ചാൽ മതി. അങ്ങനെ അളന്നാ മതി. നീ ഇളക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയണേക്ക്. ഒന്നാമത് ആ രാഘവേട്ടന്റെ പേര് കളയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അടുപ്പിക്കാൻ ഒരു കാര്യങ്ങൾ വലിയവരായിട്ട് തീരുമാനിച്ചിട്ട് വേണം. അല്ലാണ്ട് നിങ്ങൾ എടുത്ത് കാട്ടിയിട്ടില്ല. ഉണ്ടോ എടുപ്പോ അടിച്ചല്ലേ? ഒന്ന് അവിടെ കൂട്ടിയിട്ട് പോക്കാട്. പ്രശ്നം തീർന്നു. ഇങ്ങനെയാണ് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തിരുന്ന് എരിപുരി കൂട്ടിയിട്ട് അവരുടെ തർക്കം കണ്ടിങ്ങനെ ഇരിക്കല്ലേ വേണ്ട. വന്ന് മയത്തില് സംസാരിച്ചിട്ട് ആ തർക്കം കൂടെ ഒഴിവാക്കണം. ഇനി ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ? എന്നാ പൊക്കോ. ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റൂലോ. വർത്താനം പറയത്തോ. അയ്യോ, അല്ല ഞാൻ ഒരു കാര്യം, എന്താ പരിപാടി? സ്വത്തിന് വേണ്ടിയിട്ടുള്ള തല്ലൂറിന് നിങ്ങൾ ചത്തു കഴിഞ്ഞ പിന്നെ ആർക്കായി സ്വത്ത്? ഇവനോട് ഇപ്പൊ ആര് പറഞ്ഞു മതിലേടി ഇങ്ങോട്ട് വരാൻ? നിന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ട പറഞ്ഞോട് പറഞ്ഞാലേ സുധേ കൊണ്ടേക്കാട്ട് ഇനി മേലെ ഈ പഠിക്കാത്ത കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം, നിന്നെ കൊല്ലും ഞാൻ. കിട്ടന്റെ കിട്ടിയില്ലല്ലേ? പോയി. എന്താണ് സുധേട്ടാ, എന്നും തന്നെയാണ് ഇവിടെ സ്ഥിതി. യാതൊരു രക്ഷയില്ല. ഇതിനൊരു പരിഹാരം കാണണ്ടേ നമുക്ക്?